അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹം ഉത്തരോത്തരം പുരോഗതിയിലേക്ക് കുതിച്ചുയരുകയാണ്. മുൻഗാമികളായ ആളുകൾ അനുഭവിക്കാത്തതും ആസ്വദിക്കാത്തതുമായ അനേകം അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മളെല്ലാവരും. അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ ലഭിക്കുന്ന പരീക്ഷണങ്ങളാണ് എന്നും മനസ്സിലാക്കാൻ, അങ്ങനെ തിരിച്ചറിയുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നേരെ മറിച്ച് അനുഗ്രഹങ്ങളിൽ വല്ലാതെ മുങ്ങിത്താണ് ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് ആധുനിക കാലഘട്ടത്തിലെ സമൂഹം മാറിപ്പോവുകയാണ്. അള്ളാഹു ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ്, പടച്ചവൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കൂ. ലാ തുഹ്സുഹ, നിങ്ങൾക്കൊരിക്കലും അതിനെ തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളോടും കൃത്യമായ കരുതലും സൂക്ഷ്മതയും ഉണ്ടാകണമെന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണ് 102-ാമത്തെ അധ്യായം, സൂറത്ത് തക്കാസുർ. അതിൻ്റെ അവസാനത്തെ വചനം സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നാണ്. പിന്നീട് അന്നേ ദിവസം നിങ്ങൾ അനുഭവിച്ച എല്ലാ സുഖാസ്വാദനങ്ങളെ സംബന്ധിച്ചും നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ലാ തുസ്അലുന്ന എന്ന് പറയുന്നത് തഅക്കീദോട് കൂടിയാണ്, ഒരു ഉറപ്പോട് കൂടിയാണ് പറയുന്നത്. നിങ്ങളത് ചോദ്യം ചെയ്യാതെ പോവുകയില്ല എന്ന്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടവരാണ് നമ്മൾ എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. പലപ്പോഴും നമുക്ക് നമ്മുടെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പലപ്പോഴും കണക്കെടുക്കാറ്. മനുഷ്യ സമൂഹത്തിൽ എത്രയോ പ്രയാസങ്ങൾക്ക് നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പാലിയേറ്റീവ് വളണ്ടിയർമാരുടെ ഒരു യോഗത്തിൽ ഒരനുഭവം ഒരാൾ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്, അയാൾക്ക് നിവർന്നിരുന്നൊന്ന് ഭക്ഷണം കഴിക്കണം. അയാൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കിടന്നുകൊണ്ടാണ് അദ്ദേഹം കഴിക്കുന്നത്. കിടക്കുക എന്ന് പറഞ്ഞാൽ കമഴ്ന്നാണ് കിടക്കുന്നത്. 2 കൈകൾ കുത്തിയിട്ട് വേണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് അകത്താക്കാൻ. അങ്ങനെ വളരെ നാളുകളായ അദ്ദേഹത്തിൻ്റെ അത്തരമൊരു ശീലം കൊണ്ട് അദ്ദേഹത്തെ ഷോൾഡർ തെറ്റിപ്പോയി എന്നാണ്.
അപ്പോൾ നിവർന്നിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. ദാഹം മാറുന്നതുവരെ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. പക്ഷേ അവരുടെ രോഗം കാരണമായി അങ്ങനെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു കാലത്ത് എന്ത് കിട്ടിയാലും തിന്നാൻ പറ്റുന്നൊരവസ്ഥ നമുക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാ വിഭവങ്ങളും ഒത്തുവന്നപ്പോൾ ഒന്നും കഴിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എത്രയോ ഹതഭാഗ്യവാന്മാരായ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അവിടെയാണ് നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള കണക്കെടുക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഒഴിവ് സമയം, നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ സൗഹൃദ വലയങ്ങൾ, ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഞാനും നിങ്ങളും ദിനേന എന്നോണം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പ്രവാചകന്റെ അനുചരരിൽ ധനാഢ്യനായ സ്വഹാബികൾ. വിഭവസമൃദ്ധമായ സദ്യക്ക് മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് കരച്ചിൽ വരും. അദ്ദേഹത്തിന്റെ ഭൃത്യനൊരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞത്, മിസ്അബിനെയും ഹംസയെയും ഒക്കെ റളിയല്ലാഹു അൻഹുമാ, അവരെയൊക്കെയും അള്ളാഹു അവന്റെ അടുക്കലുള്ള വിഭവത്തിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ വിഭവങ്ങൾ നൽകി അള്ളാഹു നമുക്ക് മതിയാക്കുകയാണോ എന്നതാണ് എന്നെ കരച്ചിലുണ്ടാക്കിയ കാര്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അനേക അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മളെന്ന് മനസ്സിലാക്കണം. അവിടെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ മധ്യവർഗവും താഴേക്കിടയിലുള്ള ആളുകളും ഉപരിവർഗം കാണിക്കുന്നതൊക്കെ കാണിക്കാൻ വെമ്പുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹുദൂദുകളെ പറ്റിയാണ് പറഞ്ഞത്. അതിർവരമ്പുകൾ, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് ആ അതിർവരമ്പുകളെ ഭേദിക്കാതിരിക്കുക എന്നത് വിശ്വാസിയുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. പക്ഷെ അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ മനുഷ്യർ മറന്നുപോകുന്നത് അതിർവരമ്പുകളെ സംബന്ധിച്ചാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറ ത്വാഹയിലെ 131-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, വലാ തമുദ്ദന്ന ഐനൈക, പ്രവാചകനോടാണ് അള്ളാഹുവിന്റെ കൽപ്പന. നീ നിന്റെ ദൃഷ്ടിയെ പായിക്കരുത്. ഇലാമാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, നിങ്ങളിൽ തന്നെ പല വിഭാഗങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള ഐഹികമായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ നേരെ, അല്ലെങ്കിൽ വിഭവങ്ങളുടെ നേരെ നീ നിന്റെ കണ്ണുകൾ പായിക്കരുത്. ഏതെങ്കിലും സമ്പന്നന്മാരെയോ മുതലാളിമാരെയോ കണ്ടിട്ട് അതുപോലെ എനിക്കൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊരു പരിഭവം നിന്റെ മനസ്സിൽ തോന്നേണ്ടതില്ല എന്നാണ് പ്രവാചകനെ അള്ളാഹു തിരുത്തുന്നത്. അപ്പോൾ നമ്മൾ എത്രമേൽ തിരുത്തേണ്ടിയിരിക്കുന്നു. ദുനിയാവിൻ്റെ പളവളപ്പ് കണ്ടിട്ട് അതുപോലെ എനിക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹവും പൂതിയും വെച്ച് നടക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള വിഭവങ്ങളുടെ നേരെ നീ നിന്റെ കണ്ണ് തിരിക്കരുത് എന്ന് പ്രവാചകനെ അള്ളാഹു തിരുത്തുകയാണ്. ലിനഫ്തിനഹും ഫീ, അതിലൂടെ അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. വരിസ്കു റബ്ബിക ഖൈറും വഅബ്ക, തീർച്ചയായും നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകിയിട്ടുള്ള ആ വിഭവമുണ്ടല്ലോ, ഉപജീവനം, അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക, അതാകുന്നു നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വളരെ കൃത്യമായി തന്നെ ഒരു രീതിയെ, ഒരു സമീപന രീതിയെ പഠിപ്പിക്കുകയാണ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ സമൂഹത്തിലെ ധനാഢ്യനായ മനുഷ്യനായിരുന്നു കാറൂൺ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്വഭാവം. അദ്ദേഹം ദിനം പ്രതി വസ്ത്രങ്ങളുടെ പളപളപ്പ് കൊണ്ട് ആളുകളെ ഞെട്ടിച്ചിരുന്ന മനുഷ്യനാണ്. വിശ്വാസത്തിൽ വലിയ വർധനവില്ലാത്ത ആളുകൾക്ക് പോലും അദ്ദേഹത്തിന്റെ ഈ ചമയങ്ങൾ കണ്ടപ്പോൾ അതിലേക്ക് ആകൃഷ്ടരായി അവർ. ഖുർആൻ അത് രേഖപ്പെടുത്തിയത് നോക്കൂ നിങ്ങൾ. യാ ലൈതലനാ മിസ്ലമാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹള്ളിൻ അലീം. ഈ ഖാറൂൻ എത്ര ഭാഗ്യവാനാണ്, എന്തുമാത്രം വിഭവങ്ങളാണ് അയാൾക്കുള്ളത്. അതേപോലെ നമുക്കും ഉണ്ടായിരുന്നുവെങ്കിൽ
എന്ന് ആ സാധുക്കളായ ആളുകൾ പറഞ്ഞതായി ഖുർആനിലെ 28-ാമത്തെ അധ്യായത്തിലെ 79-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ കാറൂന് വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് കൃത്യമായി അവർ നേർക്കുനേരെ കണ്ടപ്പോൾ അവർ അള്ളാഹുവിലേക്ക് രക്ഷ തേടുകയായിരുന്നു. അപ്പോൾ ജീവിതത്തിലെ ഈ സുഖലോലുപതയെ, അനുഗ്രഹങ്ങളിലുള്ള ഈ വർധനവിനെ വലിയ കാര്യമായി അത് നമുക്കും ഉണ്ടാകണമെന്നുള്ളൊരു പൂതിയുമായി നടക്കേണ്ടതില്ല എന്നൊക്കെയാണ് അവിടെയൊക്കെയും അള്ളാഹു പറഞ്ഞു വയ്ക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണമാണ്. ലിനബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു മരണവും ജീവിതവും പ്രദാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ പരീക്ഷണമാണ്. ഇത് പരീക്ഷണമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിക്കുക. ഈ പരീക്ഷണത്തിൽ അറിയാതെ മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും അങ്ങ് ആ ഉന്തിലും തള്ളിലുമൊക്കെ പെട്ട് ജയിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ ഒന്നാമതായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ അനുഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതൊരു ഭാഗം ഇങ്ങനെയാണ്. 23-ാമത്തെ അധ്യായം സൂറ മുഅ്മിനൂനിലെ 55-ാമത്തെ വചനം. അയഹ്സബൂൻ, അവർ വിചാരിക്കുകയാണോ, അന്നമാ നുമിദ്ദുഹും മിൻ മാലിൻ വബനീൻ, മക്കളെയും സമ്പത്തുമൊക്കെ നൽകി അള്ളാഹു അവരെ സഹായിക്കുകയാണ് എന്നവർ വിചാരിച്ചിരിക്കുകയാണോ? നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബൽ ലാ യശ്ഉറൂൻ, അള്ളാഹു അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ധൃതി വയ്ക്കുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. എങ്കിൽ അവർ ആലോചനയില്ലാത്ത, ചിന്തയില്ലാത്ത, കാര്യങ്ങളെ യഥാവിധി ഗ്രഹിക്കാത്ത ആളുകളാണ് വിഭാഗം എന്ന് പറയാണ്. അപ്പോൾ ദുനിയാവിൻ്റെ ഈ വർധനവും ഈ സമ്പൽ സമൃദ്ധിയുമൊക്കെയും കൃത്യമായ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഈ ആശയം ഖുർആൻ മറ്റൊരു ഭാഗത്തും പറഞ്ഞത് 89-ാമത്തെ അധ്യായം സൂറ ഫജ്റിലെ 15-ാമത്തെ വചനം. ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിന്റെ ഭാഗമായി അവനെ ആദരിക്കുകയും അവന് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്താൽ അവൻ പറയും, എൻ്റെ രക്ഷിതാവെന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. പരീക്ഷണമാണ് എന്നുള്ള യാഥാർത്ഥ്യം മാത്രം മറന്നുകൊണ്ട് ലഭിച്ച സൗകര്യങ്ങൾ ഇതൊരാദരവിൻ്റെ അടയാളങ്ങളായി മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനൊരു ധാരണ വേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഖുർആനിൽ നരകാവകാശികളായ ആളുകളുടെ സംബന്ധിച്ച് പറയുന്നിടത്ത് 46-ാമത്തെ അധ്യായം സൂറ അഹ്കാഫിലെ 20-ാമത്തെ വചനം വളരെ കൃത്യമായിട്ട് പറയാം. വയൗമ യുഅറദുൽ ലദീന കഫറു അലന്നാർ, സത്യനിഷേധികളായ ആളുകളെ നാളെ നരക കവാടത്തിൽ പ്രദർശിപ്പിക്കുന്ന ദിവസം അവരോട് പറയാണ്, അദ്ഹബത്തും തയ്യിബാത്തിക്കും, നല്ലതെല്ലാം നശിപ്പിച്ചു കളഞ്ഞവരാണ് നിങ്ങൾ, വിഭവങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞവരാണ് നിങ്ങൾ. ഫീ ഹയാത്തിക്കും ദുനിയ, നിങ്ങളുടെ ഐഹിക ജീവിതത്തിൽ. വസ്തംതഅതും ബിഹാ, അതുകൊണ്ട് നിങ്ങൾ സുഖമാസ്വദിക്കുക മാത്രമായിരുന്നു. ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കുള്ളത് നിന്ദ്യകരമായ ശിക്ഷ മാത്രമാണ്. ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ അഹന്ത നടിച്ചതിന്റെ പേരിലും, ബിഗൈരിൽ ഹഖ്, യാഥാർത്ഥ്യമില്ലാതെ അവകാശമില്ലാതെ, ബിമാ കുൻതും തഫ്സുഖൂൻ, തോന്നിവാസികളായിരുന്നതിന്റെ പേരിലും. 4 കാര്യങ്ങൾ അവിടെ അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട്. നല്ല വസ്തുക്കളെല്ലാം പാഴാക്കിക്കളഞ്ഞു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോകത്ത് വിജയം നേടുക എന്നതായിരുന്നു അതുകൊണ്ടൊരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ നല്ലതൊക്കെ ഇഹലോകത്ത് തന്നെ അടിച്ചു പൊളിക്കണമെന്നാണ് ആളുകൾ ധരിച്ചു വച്ചത്. ആ ഒരു ധാരണയാണ് നരകത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമായി കൊണ്ടു പറഞ്ഞത്. വിശ്വാസികളിൽ മനുഷ്യർക്ക് 2 കാര്യങ്ങളുണ്ട്, 2 വലിയ അനുഗ്രഹങ്ങളുണ്ട് എന്ന് പറയുന്നൊരു ഹദീസുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അസ്സിഹത്തു വൽ ഫറാഹ്, ഒന്ന് ആരോഗ്യമാണ് എങ്കിൽ മറ്റൊന്ന് ഒഴിവ് സമയമാണ്. നല്ല രക്തത്തിളപ്പുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ മക്കളും കൗമാരക്കാരും
അതേപോലെ തന്നെ യുവാക്കളും യുവതികളും ഒക്കെ എന്തിൻ്റെ പിന്നിലാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നല്ലതിനെ പാഴാക്കി കളയുന്നു. അതേപോലെ തന്നെ അതുകൊണ്ട് ഐഹികമായിട്ടുള്ള സുഖങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര കിട്ടിയാലും മതിവരാത്ത ഒന്നായി നമ്മൾ സ്വർഗത്തിലെത്തിയ പോലെയുള്ള ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും ആസ്വദിക്കണമെന്നതാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം പറ്റിയില്ല എങ്കിൽ വളരെ അകലെയുള്ള മറ്റൊരു സ്ഥലത്ത് പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. കാരണം അവിടത്തേതാണ് നമുക്ക് ടേസ്റ്റ് ആവുന്നത്. കുറച്ചു കഴിഞ്ഞാൽ അവിടത്തെയും മടക്കുമ്പോൾ വേറെയും സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇട്ട വസ്ത്രങ്ങൾ പറ്റാത്തത് കൊണ്ട് പറ്റിയിടത്തേക്ക് നമ്മൾ പോകുന്നു. ഇങ്ങനെ സുഖങ്ങളുടെ പിന്നാലെ നമ്മൾ പാറിപ്പറക്കുകയാണ്. എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. മൂന്നാമതായി പറഞ്ഞത് അഹന്ത നടിച്ചു എന്നുള്ളതാണ്. ജനങ്ങളെ വിലവയ്ക്കാതിരിക്കുക. അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ഞാനെന്തിനാ നിങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടത് എന്ന ചിന്ത നമ്മിലുണ്ടാകും. അത്തരം തെറ്റായ വിചാരങ്ങളെയാണ് ഇവിടെ നിരാകരിക്കുന്നത്. അതേപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കുക എന്നുള്ള കൃത്യമായ ഒരു ജീവിത രീതി നമുക്ക് കൈമോശം വന്നു പോകും. അവിടെ അവൻ തന്നെയായിരിക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. തോന്നിയവാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. തനിക്ക് തോന്നുന്നത് മാത്രം ചെയ്യുക. ആ ഒരു അവസ്ഥയിലേക്ക് ഇയാൾ മാറിപ്പോയി. അത്തരം ആളുകളെയാണ് അള്ളാഹു നരകത്തിലേക്ക് വേണ്ടി തയ്യാറാക്കി വച്ചത് എന്നതാണ്. സഹോദരങ്ങളെ, ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കൽ ത്യാഗമായിട്ടാണ്. ഞാൻ മദ്യപിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ചൂതാട്ടത്തിന് പോകുന്നില്ല, അതല്ലെങ്കിൽ വേണ്ടാധീനങ്ങൾക്കും ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ത്യാഗമായിട്ട് മനസ്സിലാക്കുന്നവരാണ് മനുഷ്യരെ അധികം ആൾക്കാരും. അതൊരു ത്യാഗമേ അല്ല. ത്യാഗമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ അനുവാദമുണ്ടായിട്ടും അത് നിങ്ങൾ മറ്റൊരു നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് ത്യാഗമാകുന്നത്. അങ്ങനെയാണ് എങ്കിൽ ജീവിതത്തിൽ എത്ര ത്യാഗം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, എത്ര ത്യാഗങ്ങൾ നമ്മൾ വരിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. ഈ ത്യാഗത്തിലൂടെയാണ് ഒരാൾക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുക. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, ഖുർആൻ ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾ വ്യാമോഹിക്കുകയാണ്. നിങ്ങളുടെ പൂർവികരായ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ കണ്ടുമുട്ടാതെ അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾ വ്യാമോഹിക്കുകയാണ്. വ്യാമോഹം എന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഭവങ്ങൾ എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളത് എന്ന് അവനവനാണ് പരിശോധിക്കേണ്ടത്. അത് എത്ര കണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. സമയം, ആരോഗ്യം, സമ്പത്ത്, സൗകര്യങ്ങൾ ഇതെല്ലാം എത്ര കണ്ട് നാളേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നരകാവകാശികളെ പറ്റി പറയുന്നിടത്ത് ഖുർആനിൽ വിശദമായി പറയുന്നൊരു ഭാഗം 89-ാമത്തെ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട്. അതിലിങ്ങനെയാണ്: കല്ലാമല്ലാ തുക്രിമൂനൽ യതീം, വേണ്ട, അവർ അനാഥയെ ആദരിച്ചില്ല എന്നതാണ്. അനാഥയെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്? അനാഥയുടെ അനാഥത്വം മാറ്റിയെടുക്കലാണ്. നമ്മളുണ്ട് കൂടെ എന്നുള്ള കൃത്യമായ ബോധം നൽകാൻ നമ്മൾ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ആലോചിച്ച് നോക്കണം. വലാ തഹല്ലൂന അലാ തുആമിൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണത്തിൽ പ്രോത്സാഹനം നൽകുന്നില്ല എന്നാണ്. ഭക്ഷണം നൽകലും പ്രോത്സാഹിപ്പിക്കലും രണ്ടും രണ്ടാണ്. എല്ലാവർക്കും നൽകാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല, പക്ഷെ പ്രോത്സാഹനം എല്ലാവർക്കും കഴിയും. പക്ഷെ ആ പണി പോലും ചെയ്യാത്തവരാണ് എന്താ പറഞ്ഞത്? വതഅക്കുലൂന തുറാസ അക്കലൻ ലമ്മ, അനന്തരാവകാശിയുടെ ധനത്തെ അവർ വാരിക്കൂട്ടി തിന്നുകളയുന്നു എന്നുള്ളതാണ്. അക്കലൻ ലമ്മ എന്നതിനെ ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തി യഅനി അൽ മീറാസ്, അവകാശികളുടെ ധനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയ്യു ജിഹത്തിൻ ഹസല ലഹും മിൻ ഹലാലിൻ ഔ ഹറാം, ഹലാലും ഹറാമും ഒന്നും പരിഗണിക്കാതെ ഇതെൻ്റെ സഹോദരൻ്റേതാണോ എനിക്ക് ഉടമപ്പെട്ടതാണോ എന്നൊന്നും പരിഗണിക്കാതെ അവൻ അവൻ്റെ ഇഷ്ടത്തിന് അതെല്ലാം അടിച്ചു മാറ്റുന്നതാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, മറ്റൊരു പോരായ്മയായിട്ട് ഖുർആൻ പറഞ്ഞത് ധനത്തോട് അമിതമായ സ്നേഹമുള്ളവനായിരിക്കുന്നതാണ്. ധനത്തോട് നമ്മളെല്ലാവരും സ്നേഹമുള്ളവരാണ്. ധനം സമ്പാദിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മെയിൻ പണി എന്ന് പറയുന്നത്. പക്ഷേ ആ ധനസമ്പാദനം മറ്റെന്തിനേയും കവച്ചു വയ്ക്കുമാറ് അമിതമായൊരു സ്നേഹമായി
അത് മാറരുത് എന്നുള്ളതാണ്. ആ രീതിയിൽ ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അനുഗ്രഹങ്ങളെ കൃത്യമായി തിരിച്ചറിയുക, ആ അനുഗ്രഹങ്ങളെ തങ്ങളുടെ നാളേക്ക് വേണ്ടിയുള്ള ജീവിതത്തിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുക. ഇനി ഇതെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകുന്നൊരവസരം വരും. അതെല്ലാം വിട്ടുപോയില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകുന്ന അവസരം വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭൃത്യനായ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്, നീ എന്നോട് ചോദിച്ചു കൊള്ളുക. അദ്ദേഹം ഒരല്പസമയം മൗനിയായി നിന്നു. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞത്, അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, സ്വർഗമല്ലാത്ത വല്ലതും ചോദിക്കുകയെന്നും. സ്വർഗം ഒരാൾക്ക് വിചാരിച്ചാൽ എടുത്തു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, പ്രവാചകനെ പോലും അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞ മറുപടി, ദുനിയാവിൽ എന്തെങ്കിലും ആഗ്രഹിച്ച് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ അതെനിക്ക് എത്ര കണ്ട് ഉപകരിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ നമ്മുടേതെന്ന് വിചാരിച്ച് പലതും നമ്മൾ സമ്പാദിച്ചു വയ്ക്കുന്നുണ്ട്. പക്ഷെ ആ വില പിടിച്ച വീടും വാഹനവും മറ്റു സൗകര്യങ്ങളും ഒക്കെ വിട്ടേച്ചുകൊണ്ട് നാളെ നിങ്ങൾ പോകേണ്ടി വരും. നിങ്ങൾ പോയില്ല എങ്കിൽ ഒരുപക്ഷെ ഈ വിഭവങ്ങൾ നിങ്ങളെ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല എന്നെനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സ്വർഗലോകമാണ്. അതുകൊണ്ട് അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ഒരു ഭൃത്യന്റെ മനസ്സിൽ പോലും സ്വർഗം എന്ന് പറയുന്നത് എത്ര ലൈവായി നിൽക്കുന്നത് ആലോചിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട്. പ്രവാചകന്റെ പ്രിയമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട്. ഇമാം തബ്റാനിയാണ് രേഖപ്പെടുത്തിയത്. ഷിറാറു ഉമ്മത്തി ഉദ്ദു ബിൻ നഈമിൻ അല്ലദീ യഅകുലൂന അൽവാന അത്ത്വാം വയൽബിസൂന അൽവാന സിയാബ് വയതശദ്ദഖൂന ഫിൽ കലാം. 3 കാര്യങ്ങൾ അവിടെ പറയാണ്. ഏറ്റവും മോശമായ എൻ്റെ സമുദായത്തിലെ ആളുകൾ എന്ന് പറയുന്നവർ എന്ത് ആഡംബരങ്ങളോടും പൊങ്ങച്ചത്തോടും കൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും. അതേപോലെ തന്നെ ഏത് ഭക്ഷണവും കഴിക്കുന്നവരായിരിക്കും. അവർക്കങ്ങനെ നിഷിദ്ധമൊന്നുമില്ല. എന്തും കഴിക്കാൻ പറ്റിയ ആൾക്കാരായിരിക്കും. അതേപോലെ എന്തും ധരിക്കുന്നവരായിരിക്കും. അവരുടെ സംസാരത്തിൻ്റെ വാചാലതയിൽ നമ്മൾ തോറ്റുപോകും, അന്തം വിട്ട് നിന്നുപോകും. അത്രയും കപടമായി സംസാരിക്കാൻ പറ്റിയ ആളുകളാണ്. ഇത്രയും സ്വഭാവമുള്ള ആളുകൾ എൻ്റെ സമുദായത്തിലെ ഏറ്റവും വലിയ മോശക്കാരാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി അവിടുത്തെ പ്രിയമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നാലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഖാറൂനോട് ആളുകൾ ചോദിക്കുകയാണ്, അല്ല നിനക്കെന്താണോ നൽകിയത്, ആ നൽകിയത് കൊണ്ട് നീ പരലോകത്തെ ദാറുൽ ആഖിറത്തിനെ നീ നേടിക്കൊള്ളുക, അതിനുവേണ്ടി നീ പരിശ്രമിച്ചു കൊള്ളുക. അത് തന്നെയാണ് എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്. നമ്മുടെ വിഭവങ്ങളൊക്കെയും വ്യത്യസ്തങ്ങളാണ്. ഒരാൾക്ക് ലഭിച്ചതല്ല അടുത്ത ആൾക്ക് ലഭിച്ചത്. ഈ 2 പേർക്കും കിട്ടിയതല്ല മൂന്നാമത് ഉള്ള മറ്റൊരാൾക്ക് കിട്ടിയത്. അതുകൊണ്ട് അവനവൻ്റെ വക്കലുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിനാദ്യം വേണ്ടത് സ്വന്തം അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. നമ്മളുടെ സാമ്പ്രദായിക നടപടി മാറ്റിവെക്കണം. മറ്റുള്ളവൻ്റെ നേരെ തിരിഞ്ഞ് അവനെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കി അസൂയയും നെടുവീർപ്പും ഇടുന്ന ശീലം മാറ്റിവെച്ചുകൊണ്ട് അവനവനിലേക്ക് തിരിയണം. അവനവനെ ഒന്ന് അസസ് ചെയ്യണം, എന്തൊക്കെയാണ് എൻ്റെ വക്കലുള്ളത് എന്ന്. ആ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തെ തേടിക്കൊള്ളുക. എന്നാൽ എല്ലാം പരലോകത്തേക്ക് എടുത്തു വയ്ക്കേണ്ടതില്ല. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൻ്റെ ഓഹരി നീ മറന്നു പോകേണ്ടതില്ല. വ അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, പടച്ചവൻ നിനക്ക് എന്തെല്ലാം നന്മകളാണ് നൽകിയിട്ടുള്ളത്, ആ നന്മകൾ നൽകിയതുപോലെ ജനങ്ങളോടും നീ നന്മകൾ നൽകുക. എത്ര കൃത്യമാണ്, എത്ര ബാലൻസിങ്ങിലാണ് അള്ളാഹു ഇത് പറയുന്നത്. നീ പരലോകത്തേക്ക് നിനക്ക് നൽകിയ വിഭവങ്ങൾ കൊണ്ട് നീ പരലോകം തേടണം. എന്നാൽ ദുനിയാവിനെ നീ മറക്കേണ്ടതില്ല. അല്ല നിനക്ക് നന്മ ചെയ്തതുപോലെ തന്നെ ജനങ്ങളോട് നന്മ ചെയ്യാൻ നീ തയ്യാറാകേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം തുബരി പറയാം, വലാ തത്റുക നസീബക വഹല്ലക മിനദ് ദുനിയ, നീ പരലോകത്തേക്ക് വേണ്ടി പ്രയത്നിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദുനിയാവൊക്കെ നീ എല്ലാം പരലോകത്തേക്ക് വേണ്ടി എടുത്തു വയ്ക്കണമെന്ന് പറഞ്ഞില്ല. ദുനിയാവിനെ നീ ഉപേക്ഷിക്കേണ്ടതുമില്ല. നീ നിന്റെ ലഭിച്ച വിഭവങ്ങൾക്കനുസരിച്ചുകൊണ്ട് ദുനിയാവിൻ്റെ വിഹിതം നീ എടുത്തുകൊള്ളുക എന്ന് തന്നെ അള്ളാഹു ആയത്തിലൂടെ പറയുകയാണ്.
ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇന്ന ദുനിയ ഹുലുവത്തുൻ ഹദിറത്തുൻ, ദുനിയാവ് എന്ന് പറഞ്ഞത് ഹരിതകവും അതേപോലെ തന്നെ മാധുര്യവുമുള്ളതാണ്. എപ്പോഴും നമുക്കിങ്ങനെ നമ്മുടെ മനസ്സുകൾക്ക് താല്പര്യം തോന്നുന്ന രീതിയിലാണ് ദുനിയാവിൻ്റെ ഘടന തന്നെയും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമുക്ക് എത്ര കിട്ടിയാലും മതി വരാത്തൊരു സംഗതിക്ക് ഇന്നല്ലാഹ മുസ്തഖ്ലിഫക്കും ഫീഹാ ഫയൻദുർ കൈഫ തഅലമൂൻ, അല്ലാഹു അതിലൂടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു നിങ്ങളെ നോക്കുകയാണ്. ഈ ദുനിയാവ് നിങ്ങളുടെ കയ്യിലെടുത്തു തന്നപ്പോൾ അതിൻ്റെ പിൻഗാമികളാക്കി അല്ലാഹു നിങ്ങളെ പരിഗണിച്ചപ്പോൾ പടച്ചവൻ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ കാര്യമായി സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ തുടർന്ന് പറയുന്നുണ്ട്. ഖുർആനിലെ 96-ാമത്തെ അധ്യായം സൂറ അലക്കിലെ 14-ാമത്തെ വചനം, അലം യഅലം ബി അന്നല്ലാഹ യറാ, മനുഷ്യൻ വിചാരിക്കുന്നില്ലേ അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന്. പടച്ചവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ക്യാമറകളെ ഭയപ്പുള്ളവരാണ് നമ്മൾ. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോൾ പരമാവധി മാന്യതയോടുകൂടി അത്തരം ഇടങ്ങളിൽ പെരുമാറുന്നവരാണ് നമ്മൾ. ആ നമ്മളോടാണ് അള്ളാഹു പറയുന്നത്, ഈ ക്യാമറ ഒരിക്കലും അടക്കാൻ സാധിക്കുകയില്ല, കറണ്ട് പോവുകയില്ല, അതല്ലെങ്കിൽ റിപ്പയർ വരുന്നതല്ല. അള്ളാഹു ഒരിക്കലും മയക്കുകയോ മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യാത്തവനാണ്. അലം യഅലം ബി അന്നല്ലാഹ യറാ യഅലമു ഖായിനത്തുൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നതൊക്കെയും അറിയുന്നവനാണ് ഈ പടച്ചവൻ. അതുകൊണ്ട് ആ തിരിച്ചറിവ് ജീവിത വിഭവങ്ങൾ കൈയാളുമ്പോൾ നിങ്ങൾക്കുണ്ടാകണമെന്നാണ്. മഹാനായ മുആദ് ബിൻ ജബലിനോട് അദ്ദേഹത്തെ യമനിലേക്ക് അയക്കുന്ന വേളയിൽ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ വളരെ വിശദങ്ങളാണ്. അതിലൊരു ഉപദേശം ഇങ്ങനെയാണ്, ഇയ്യാക വതനഉം, അനുഗ്രഹങ്ങളെ സൂക്ഷിക്കുക, സുഖലോലുപതയെ സൂക്ഷിക്കുക. ഫഇന്ന ഇബാദല്ലാഹി ലൈസു ബിൽ മുതനഇമീൻ, അല്ലാഹുവിൻ്റെ ദാസന്മാർ ഒരിക്കലും സുഖലോലുപരായിരുന്നില്ല, സുഖലോലുപതയുടെ പിന്നാലെ പരക്കം പാഞ്ഞവരായിരുന്നില്ല, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർഗം നേടിയവരായിരുന്നു എന്ന കൃത്യമായ ഉപദേശം പ്രവാചകൻ തൻ്റെ അനുചരന് കൊടുക്കാൻ മറന്നില്ല എന്നതാണ് ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അതുകൂടി നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്കെല്ലാവർക്കുമുള്ള വിഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ആ വിഭവങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ ഒന്നാമതായി നമുക്ക് കഴിയണം. എത്ര കണ്ട് ഞാനിതെൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ആ രീതിയിൽ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും നാളെ പരലോകത്തേക്ക് വേണ്ടി ഏറ്റവും നല്ലപോലെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.